ഒരിക്കലും നിങ്ങൾക്ക് വേറൊരാൾ പറഞ്ഞ ഒരാളെ എത്തിച്ചാക്കാൻ പറ്റും. ലോകത്തൊരു നിരീശ്വരവാദി പോലും ഇല്ലെങ്കിലും നിരീശ്വരവാദം ശരിയാണ്. ലോകം മുഴുവൻ വിശ്വാസികളായാലും വിശ്വാസത്തിന് തെളിവില്ല. ഇത് പ്രാർത്ഥിച്ചാലും എല്ലാവരും പ്രാർത്ഥിച്ച് നിങ്ങൾ തന്നെ മരിച്ചാലും നിങ്ങളെല്ലാം സ്വയം കുത്തി മരിച്ചാലും ഒന്നും സംഭവിക്കും. വിശ്വാസത്തിലേക്ക് തള്ളിയിടാൻ കഴിയും, പക്ഷെ ഒരിക്കലും അവിശ്വാസം എന്ന് പറഞ്ഞാൽ കിണറ്റിൽ നിന്ന് കയറി വരലാണ്. ഈ ലോകം ആരുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇന്നാരുണ്ടാക്കി എന്നുള്ള പാട്ട ഉത്തരമായിട്ട് നിങ്ങൾ നടക്കില്ല. മറിച്ച് ഇപ്പൊ സാറിന്റെ ഫാമിലി, സാറിന്റെ ഭാര്യയും മക്കളും ഇവര് ജനിച്ചപ്പോഴേ കാണുന്നത് സാറ് ഒരു നിരീശ്വരവാദിയായി. നോട്ട് എൻ മൈ ഭാര്യ. ഭാര്യ വിശ്വാസിയാണ്. അല്ലല്ലോ, ഭാര്യ ജനിച്ചപ്പോഴേ എന്നെ കാണുന്നില്ലല്ലോ. അല്ല, ഓക്കെ. അപ്പോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവര് നിങ്ങൾക്കെതിരെ നിന്നാൽ, ഞാൻ വിശ്വാസിയാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഭാര്യ വിശ്വാസിയായിരുന്നു, കല്യാണ സമയത്തൊക്കെ വിശ്വാസി തന്നെയായിരുന്നു, നോർമൽ ആയിട്ടുള്ള കുടുംബം തന്നെയായിരുന്നു. ബട്ട് സംഹൗ ഞാൻ പറഞ്ഞിട്ടില്ല നീ എന്ത് മണ്ടത്തരാണ് കാണിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷെ അവരെ അപ്സ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്തിച്ചേർന്ന നിഗമനമാണ്. അതിൽ ഒരിക്കലും നിങ്ങൾക്ക് വേറൊരാൾ പറഞ്ഞ ഒരാളെ എത്തിച്ചാക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു ഇത്. അരിച്ചാൽ അതൊരു സ്വയം രചനയാണ്. അവർക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത് നമ്മളല്ലെന്നും അങ്ങനെ ആകരുത് എന്നുള്ളൊരു ബോധ്യമില്ലാത്ത ഒരു പ്രാകൃത സമൂഹത്തിലാണ് ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് പൊങ്ങി വരുന്നത്. ഈ ചോദ്യം തന്നെ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം എൻ്റെ ഭാര്യ എന്ത് ചെയ്യണമെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ വിശ്വാസത്തിലോ എനിക്ക് യാതൊരു കഴിയുമില്ല. ഞാൻ പറഞ്ഞിട്ടല്ല അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. സപ്പോസ് നാളെ ഞങ്ങൾ ഡിവോഴ്സ് ആവുകയാണ്, അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് വല്ല പെന്തക്കോസിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം എൻ്റെ ചോദിക്കും, നിങ്ങളുടെ എക്സ് വൈഫ് പെന്തക്കോസിൽ പോയത് ചോദിക്കൂ. അതെങ്ങനെ എക്സ് വൈഫിനെ ഞാൻ കൺട്രോൾ ചെയ്യണോ? കൺട്രോൾ ചെയ്യണ്ട, പോയല്ലോ. അപ്പൊ സാറിന്റെ ഒരു ഇതില് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ പുള്ളിക്കാരത്തി ഇത് പോയെന്ന് ചോദിക്കും. നമുക്ക് സംബന്ധിച്ചടക്കുന്ന എല്ലാത്തിനും ചുറ്റി വള്ളി പുള്ളി തെറ്റത്തെ ചോദിക്കണല്ലോ. എന്താ ആമിന പ്രശ്നം എന്നറിയാം, ഈ എത്തീസം ശരിയാണ് അല്ലെങ്കിൽ അതാണ് കറക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിനെ ഇത്ര പേർ പിന്തുണയ്ക്കുന്നത് കൊണ്ടല്ല. ഇപ്പൊ ഞാനിപ്പോ നാളെ പറയാണ്, ഞാൻ വയസ്സായി ഒക്കെ വന്നിട്ട് ഞാൻ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി കുറെ ചരട് കുറിച്ച് അമ്പലമൊക്കെ ആയിട്ട് പോവാന്നിരിക്കട്ടെ, അല്ല എന്തെങ്കിലും ചെയ്തിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ഞാൻ ഒടിഞ്ഞു വീണു എന്നാണ് എൻ്റെ അർത്ഥം. കാരണം അന്നേരം ഇതിനുള്ള തെളിവ് പൂജ്യമാണ്. ലോകത്തൊരു നിരീശ്വരവാദി പോലും ഇല്ലെങ്കിലും നിരീശ്വരവാദം ശരിയാണ്. ലോകം മുഴുവൻ വിശ്വാസികളായാലും വിശ്വാസത്തിന് തെളിവില്ല. അവർ മുന്നോട്ട് വെക്കുന്ന ഒരു അഭൗമ പ്രക്രിയകൾക്കും തെളിവില്ല. ലോകം മുഴുവൻ ഇപ്പൊ ഈ ലോകം മുഴുവൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസമോ പല വിശ്വാസമോ എൻ്റെതായെന്നിരിക്കട്ടെ. ഞാനൊരു ഉദാഹരണം സ്ഥിരം പറയുന്നത് എന്താ പറയുക, ഇപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഒരു കാല് മുറിയുന്നു. ഇപ്പൊ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ടെസ്റ്റ് മെസ്സേജ് അയക്കുന്നു ആമിനയുടെ നേതൃത്വത്തിൽ. പല വ്യത്യസ്ത വിശ്വാസികൾ അവരെല്ലാം പറയുന്നു, ഇയാളെ കാല് മുറിഞ്ഞിരിക്കുന്നു, നമുക്ക് നിങ്ങളുടെ ദൈവങ്ങളോട് എല്ലാം പ്രാർത്ഥിക്കൂ. 750 കോടി ജനങ്ങളും പ്രാർത്ഥിക്കുന്നു, മാറ്റണേ കാല് വളരണമേ. ഇതാണ് നിങ്ങളുടെ പ്രാർത്ഥന. കാല് വളരുക, മല പോലും മാറ്റാൻ കഴിയുന്നതാണല്ലോ വിശ്വാസം. ഇതെല്ലാവരും കൂടെ ഒരേ രീതിയിൽ ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറയാം. പക്ഷെ നിങ്ങളൊരു 998 ദിവസം ഇരുന്ന് നിരന്തരമായിട്ട് ചെയ്താലും അയാളുടെ കാല് വളരില്ല. പക്ഷെ ഈ സാധനം, ഈ മുറിഞ്ഞുപോയ സാധനം വളരുക എന്നുള്ളത് ഒരു പല്ലിക്ക് ഈ ഒരു പ്രാർത്ഥനയില്ലാതെ ചെയ്യാൻ പറ്റും. അവിടെ സംഭവിക്കുന്നത് പല്ലിയെ സംബന്ധിച്ചോളം എൻ്റെ വാല് വളരുക എന്നുള്ളത് സഹജമാണ്, സാധ്യമാണ്. നമ്മളെ സംബന്ധിച്ച് കാല് വളരുക എന്നുള്ളത് സഹജമോ സാധ്യമോ അല്ല. നമ്മുടെ കരളൊക്കെ വീണ്ടും അത് അവിടെയുള്ള സെൽസിന് ആ ഒരു കഴിവ് നിലനിർത്തുന്നുണ്ട്. ആദ്യം പ്ലൂറിപ്പൊട്ടൻറ്റ് സെല്ലിൽ നിന്ന് യൂണിപ്പൊട്ടൻ്റ് ആകുമ്പോൾ നമ്മുടെ കുറേ കഴിവുകൾ നഷ്ടപ്പെടുമല്ലോ സെല്ലുകളിൽ. അപ്പോൾ നമ്മുടെ കാലിലുള്ള സെല്ലിന് വളരാൻ കഴിയില്ല, പക്ഷെ പല്ലിയുടെ വാലിന് വളരാൻ കഴിയും. അതുകൊണ്ട് അത് നടക്കും, പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും. ഇത് പ്രാർത്ഥിച്ചാലും എല്ലാവരും പ്രാർത്ഥിച്ച് നിങ്ങൾ തന്നെ മരിച്ചാലും നിങ്ങളെല്ലാം സ്വയം കുത്തി മരിച്ചാലും ഒന്നും സംഭവിക്കും. നമ്മളിപ്പം ടി വിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഷോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ആണ്. അപ്പം അതിൽ നിന്ന് ഇറങ്ങിയ പല കണ്ടസ്റ്റൻസും പറയുന്ന ഒരു കാര്യം, അവിടെ ഭയങ്കര നെഗറ്റീവ് എനർജി ഉണ്ട്. സോ അത് നമ്മളെ കൂടുതലായിട്ട് വൈബ്രന്റ് ആക്കാനും അടി ഉണ്ടാക്കാനുള്ള റീസൺസ് അവിടുത്തെ നെഗറ്റീവ് എനർജി കാരണമാണെന്ന്. അങ്ങനെ ഒരു ഹൗസിനുള്ളിൽ അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി? നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള കഴിവാണ്. അത് കൈനറ്റിക് എനർജി, പിന്നെ സ്റ്റേറ്റിക് എനർജി, ഇങ്ങനെ കുറേ എനർജി ഉണ്ട്. ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു പരിപാടിയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു മാനസിക ഭാവമാണ്. അതിന് ആലങ്കാരികമായിട്ട് എനർജി, നെഗറ്റീവ് എനർജി. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒരാൾ തേച്ചിട്ട് പോകുന്നു, അപ്പോൾ നിങ്ങൾ കുറേ ദിവസം നിങ്ങളിങ്ങനെ നെഗറ്റീവ് എനർജി, നിങ്ങളതിനെ ടോക്സിക് എന്ന് വിളിക്കും. ഇറ്റ്സ് നോട്ട് ലിറ്ററലി ടോക്സിക്. അത് പാമ്പിൻ വിഷം പോലൊരു സാധനമല്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മോശമായിട്ടുള്ള
ഒരു ട്രോമ ഉണ്ടാക്കുന്നു. ട്രോമ ഉണ്ടാക്കുന്ന, അൺഈസിനെസ് ഉണ്ടാക്കുന്ന ചുറ്റുപാടുകളും ഇതെല്ലാം നമ്മുടെ ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പുറത്തല്ല. ഈ പറയുന്ന സംഗതികളെല്ലാം പുറത്തുള്ള ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളാണ് ശരിക്കും നമുക്കിത് സംഭവിക്കുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ പുറത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ല. അപ്പോൾ അവരങ്ങനെ വിലയിരുത്തുന്നു, ഇങ്ങനെ കുറേ പേര് ഇടയ്ക്ക് നിൽക്കുന്നു. അപ്പം അത് അവരെ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന, ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അവർ അതിനെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നു. ഒരു ആലങ്കാരിക പ്രയോഗം എന്നല്ലാതെ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് എനർജി ഇൻ ഫിസിക്സ്. സാറി സോഷ്യൽ മീഡിയ ആയിട്ട് കണക്റ്റഡ് ആണോ? അപ്പോൾ ഇതുപോലുള്ള ഷോസും കാര്യങ്ങളൊന്നും കാണാറില്ല? ഈ ഷോസ് ഞാൻ കാണാറില്ല. പക്ഷേ ഞാൻ കൂടുതലും ന്യൂസ്, സയൻസ് അങ്ങനെയൊക്കെയുള്ള ഞാൻ ഒരു ഘട്ടത്തിൽ കണ്ടിരുന്നു. പക്ഷെ ഞാൻ ഈ റിയാലിറ്റി ഷോസ് ഒന്നും കണ്ടിട്ടില്ല. വളർത്തി തന്നൊരു വിശ്വാസം കളയാൻ പറ്റില്ലല്ലോ. യെസ്, നിങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും തള്ളിയിടാൻ പറ്റില്ല ഒരാളെ. വിശ്വാസത്തിലേക്ക് തള്ളിയിടാൻ കഴിയും, പക്ഷെ ഒരിക്കലും അവിശ്വാസം എന്ന് പറഞ്ഞാൽ കിണറ്റിന്ന് കയറി വരലാണ്. ഓരോ സ്റ്റെപ്പിലും ചിലപ്പോൾ വഴുതി വീണ്ടും അതിനകത്തോട്ട് തന്നെ വീണാൽ ഒരു സമയത്ത് അത് മാറി വരുവാണെങ്കിൽ അങ്ങനെ വരാം. അതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി, ടൈം ആൻഡ് മണി, ഇത് മൂന്നും ലാഭിക്കാം. നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആവാം. നിങ്ങൾ ഒരു ക്ലോസ് പ്രോഗ്രാം ആവില്ല. ഈ ലോകം ആരുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇന്നാരുണ്ടാക്കി എന്നുള്ള പാട്ട ഉത്തരമായിട്ട് നിങ്ങൾ നടക്കില്ല. മറിച്ച് ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് മാറും. ബീങ് എ സ്റ്റുഡൻറ് എന്നുള്ളതാണ് എത്തീസത്തിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യം.